Hello ladies and gentlemen, welcome back to our motor vlog. Our Happy Face channel. പുതിയ ഇൻട്രോ നമ്മുടെ മോട്ടോർ വ്ളോഗിന്. സോ അങ്ങനെ നമ്മൾ ഓൺ ദി വേ ടു കോർഫക്കാൻ. ടെമ്പറേച്ചർ ഇറ്റ് ഈസ് 22 ഡിഗ്രി സെൽഷ്യസ്. സമയം ഓൾമോസ്റ്റ് 6 ആയി. അതാണ് ഒരു മ്ലാനം മൂകത, അതായത് ഈവനിങ്ങിൻ്റെ വൈബിലെത്തി. മൂകത അല്ല, അടിപൊളി വൈബാണ് ശരിക്കും പറഞ്ഞു. കോർഫക്കാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒഴിഞ്ഞ ഒരു റോഡാണ്, നമുക്ക് രണ്ട് സൈഡായിട്ടുള്ളത്. 2 വേ ഓപ്പോസിറ്റും 2 വേ നമുക്ക് ഫോർവേഡും കിട്ടും. ഈ കാണുന്ന ഒരു ഏരിയ പോകുമ്പോൾ ഫുൾ ക്ലിയർ അല്ലേ, ഫുൾ ഡെസേർട്ട്. യൂഷ്വലി കോർഫക്കാനിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഭയങ്കര ഒഴിഞ്ഞ ഏരിയ ആണ്. കോർഫക്കാൻ, ഫുജേറ എന്നീ രണ്ട് റോഡുകൾ നമുക്ക് യൂഷ്വലി എപ്പോഴും ആള് എത്ര ഉണ്ടാവില്ല, ട്രാഫിക് കുറവാവുക. പിന്നെ ഈ കാണുന്ന പോലത്തെ ഡെസേർട്ട് കുറച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൗണ്ടൻസ് അങ്ങനത്തെ ഏരിയകൾ ഏകദേശം അങ്ങനത്തെ ഒരു മേഖലയിലായിട്ട് വരും. ഈ ഒരു ടൈമിൽ ട്രാവലിംഗ് എപ്പോഴും നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഒരു ലൈറ്റ് മ്യൂസിക് ഒക്കെ ഇട്ട് നല്ല രസമായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റിയ മൂഡാണ്. പോകുന്ന വഴിയിൽ നമുക്ക് ചെറിയ ഫാമിങ്ങും കാര്യങ്ങളും, ഫാം ലാൻഡ്സും കാര്യങ്ങളൊക്കെ റൈറ്റും ലെഫ്റ്റായിട്ടൊക്കെ ചെറിയ രീതിയിൽ കാണാൻ പറ്റും. ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ഒരു ഫാം ലാൻഡാണ്. എനിക്ക് തോന്നുന്നത് അത് ക്യാമലിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഒരു ഫാമാണ് അത്. ഇപ്പോൾ ഓൾറെഡി ഈ ഒരു സമയം ആയതുകൊണ്ട് വണ്ടികളും കുറവാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എല്ലാവരും ട്രാവൽ ചെയ്യുക. അതായത് ഫുജേറയെന്നും കോർഫക്കാനിന്നൊക്കെ ഓപ്പോസിറ്റ് ടു ദുബായ് നല്ല റഷാണ്. കമ്പയർ ചെയ്ത് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് റോഡ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും, അവിടെ ആവും കൂടുതൽ വണ്ടികൾ പോവുക. ഇത് നമ്മുടെ ഫ്രണ്ടിൽ നിസാൻ പത്രോൾ പുതിയത് പോയി. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഒരു ട്രക്ക് പോകുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ ചൈനീസ് ബ്രാൻഡ്. അതിൻ്റെ ലോഗോ കണ്ടപ്പോൾ എനിക്കത് തോന്നുന്നത്. റൈറ്റ് സൈഡിലുള്ള ബോർഡിൽ കാണാം കോർഫക്കാൻ ഇറ്റ്സ് ഗോയിങ് സ്ട്രെയിറ്റ്, നോ എനി ഡീവിയേഷൻസ് അപ് ടു നൗ. സ്ട്രെയിറ്റ് നമ്മൾ ധൈര്യമായിട്ട് സ്പീഡ് നോക്കി വണ്ടി ഓടിച്ചാൽ മതി. ഇതേ 120 കടന്നപ്പോഴാണ് നമുക്ക് ആ ഒരു ബീപ്പ് ബീപ്പ് സൗണ്ട് കണ്ടത്. നമ്മളിപ്പോൾ അത് 120ലേക്ക് കടക്കുന്നില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡ് നമുക്ക് നാട്ടിലെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഐ തിങ്ക് ദിസ് റോഡ് ഈസ് പെർഫെക്റ്റ് ഫോർ എ റോഡ് ട്രിപ്പ് ആൻഡ് ഓൾ, റൈറ്റ്? യാ എക്സാക്ട്ലി. അത് നല്ല രാത്രിയിൽ ഒരു റോഡ് ട്രിപ്പ് ഒക്കെ പോകാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റോഡാണ് ഇത്. ആൻഡ് അങ്ങോട്ട് പോകുമ്പോൾ കുറെ മൗണ്ടൻസ് ഒക്കെ കാണാൻ തോന്നും. കോർഫക്കാൻ എത്താറാകുമ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ ഡെസേർട്ട് ഏരിയ കഴിഞ്ഞാൽ നമുക്ക് മൗണ്ടൻസിൽ കിടക്കാം. ബീച്ച് നമുക്ക് കുറച്ച് കാണാൻ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല, ബട്ട് മൗണ്ടൻസ് എന്തായാലും കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. റൈറ്റിലും അവിടെയൊക്കെ ആയിട്ട് ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് മൗണ്ടൻസ് ഉണ്ട്. ഫോഗിയാണ്, അതെ, അതുകൊണ്ടാണ് നമുക്കത് ഫുള്ളി വിസിബിൾ ആവാത്ത. ക്യാമറയിൽ എത്രമാത്രം വിസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ നമുക്ക് വിത്തൗട്ട് ക്യാമറ ഞങ്ങൾക്ക് നേക്കഡ് ഐസിലൂടെ നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ മൗണ്ടൻസ് ഉണ്ട്, ഫ്രണ്ടിലും മൗണ്ടൻസ് കാണാനുണ്ട്. And it's because of the temperature also. It's not too humid right now. നല്ലൊരു വെതർ ആവുമ്പോൾ നല്ല ഫോഗി ആയിട്ട് നമുക്ക് കാണാം. പിന്നെ ഓൾറെഡി നൈറ്റ് ടൈം ആവുമ്പോൾ ഇപ്പോൾ ക്ലൈമറ്റ് ഡൗൺ ആവുന്നുണ്ട്. ടെമ്പറേച്ചർ നല്ല ഡൗൺ ആവുന്നു. നല്ല ക്ലൈമറ്റാണ് നൈറ്റ് ആവുമ്പോൾ. ഇത് ഇവിടുന്നായിട്ട് കണ്ട കുറച്ച് നേരം നീങ്ങിയപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ്സ് ഓൺ ആയി. അതെനിക്കൊന്ന് ഓട്ടോമാറ്റിക് ടൈമറാണ് തോന്നുന്നു. ടൈമറാവും 6 o'clock ടൈമിന് അത് തന്നെ ഓൺ ആവുന്ന ആ ഒരു സിസ്റ്റം. പക്ഷെ ഇപ്പുറത്തേക്ക് ടൈമർ റോങ്ങാണ് വെച്ചിരുന്നത്. അത് അവർ 6:30 വെച്ചിട്ടുണ്ടാവും. ഇതാണ് ഗായ്സ് നമ്മൾ പറയാറുള്ള ഡെസേർട്ട്. നമ്മുടെ ആട് ജീവിതത്തിലൊക്കെ നമ്മളെല്ലാവരും മലയാളികൾ എല്ലാവർക്കും സുപരിചിതമായ ഡെസേർട്ട്. ഇത് ഡെസേർട്ടിൻ്റെ നല്ല ഭാഗം, അതായത് റോഡല്ല ഉള്ളത്. ഇത് റോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഡെസേർട്ട് നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ കിട്ടും. ഇതിൽ കാണുന്ന ഗ്രീന് കാണാൻ നല്ല രസമുണ്ട് അല്ലേ മുമ്പ്? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്രീൻ ഗ്രാസ് പോലെ അങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല കുറവാണ്. അതെ അതെ, പക്ഷേ ഇതൊരു വേറെ ടൈം. പച്ചപ്പുള്ള ഡെസേർട്ട്, മരുപ്പച്ച എന്നൊക്കെ ഇതിനാവും പറയുന്നുണ്ടാവുക. ഐ വണ്ടർ ഈ ഡെസേർട്സിന്റെ എൻഡിലൊക്കെ എങ്ങനെയായിരിക്കും, ലൈക്ക് ഇതിനൊരു എൻഡ് ഉണ്ടോ? അതിപ്പോ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ കടലിന് എൻഡ് ഉണ്ടോ എന്ന് ചോദിച്ച പോലത്തെ സെയിം അവസ്ഥ ഉണ്ടാവുള്ളൂ ഈ ഡെസേർട്ടിന് എൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. സെയിം ലൈക്ക് നമ്മുടെ കടലിന്റെ ഒരു അവസ്ഥ, സീ എങ്ങനെയാണോ സെയിം തന്നെയല്ല. ഭൂമിക്ക് എൻഡ് ഉണ്ടോ എന്ന് ചോദിച്ച പോലത്തെ അവസ്ഥയുള്ളൂ. സെയിം.
നമ്മളൊരു 120 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഒത്തിരി അർജൻറ്റ് ഇല്ല അവിടെ ഒത്തിരി നേരത്തെ എത്തിയിട്ട്. നമുക്ക് അവിടെ 8 o'clock ഒക്കെ ആകുമ്പോൾ എത്തണ്ടോ. ഇപ്പോഴത്തെ ടൈം പ്രകാരം ഈ ഒരു സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു 7 അവിടെ റീച്ച് ആവും. ഇപ്പോൾ ETA കാണിക്കുന്നത് ഒരു 7 o'clock ആണ്. So we'll definitely reach 1 hour before, I guess. Right? യെസ് ഗായ്സ്, നമുക്ക് അഡ്നോക്കിൻ്റെ പെട്രോൾ പമ്പ് ഉണ്ട്. 2 kilometers കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ കയറിയിട്ടൊന്ന് പെട്രോൾ ഫിൽ ചെയ്തിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. കാരണം ഹാഫ് ടാങ്ക് പെട്രോളായി. മൗണ്ടൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി റിസ്ക് എടുക്കാൻ നോക്കുന്നില്ല. റിസ്ക് ഇല്ല, നമുക്ക് അവിടെ എത്തും. സ്റ്റിൽ ഇറ്റ്സ് ബെറ്റർ ടു കീപ്പ് ഓൾവേസ് ഒരു സ്പെസിഫിക് എമൗണ്ട് പെട്രോൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഇതേപോലെ ഡ്രൈവ് പോയിട്ടുള്ളത് സൗദി ബോർഡറിലേക്കൊക്കെ പോയിട്ടുണ്ട്. അത് ഞങ്ങൾ വർക്കുമായി റിലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോയപ്പോൾ അത് ഡെസേർട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഡ്രൈവ് ചെയ്ത് പോകേണ്ട ഒരു റോഡായിരുന്നു. ഓൾമോസ്റ്റ് ഐ തിങ്ക് 1 or 2 hours നമുക്ക് ഡെസേർട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകാണ്ടാവും. അന്ന് എൻ്റെ കയ്യിൽ പജേറോ ഉണ്ടായിരുന്നു. നല്ല രസമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. അതിൻ്റെ ചെറിയൊരു ഷോർട്സ് എൻ്റെ ഇൻസ്റ്റയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന പെട്രോൾ പമ്പിലേക്ക് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടു. സാവധാനം നമ്മൾ പെട്രോൾ അടിച്ചിട്ട് പിന്നെ അവിടുന്ന് പോകാമെന്ന് തീരുമാനിക്കുന്നു. സോ ഇറ്റ്സ് എ ഷോർട്ട് ബ്രേക്ക് ഫോർ പെട്രോൾ. ഇവിടുത്തെ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാൻ തന്നെ പ്രോപ്പർ റോഡും കാര്യങ്ങളൊക്കെ ആയി തിരിച്ച് ആറാംസെ നമ്മൾ ഈ ഒരു റൈറ്റ് ടേൺ എടുക്കുക. സോ നമുക്ക് അവിടെ 4 പമ്പുകളുണ്ട്. അതിൽ നമ്മുടെ പമ്പ് പെട്രോൾ അടിക്കേണ്ട നമ്മുടെ ടാങ്ക് വരുന്നത് ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പമ്പ് വരുന്ന രീതിയിൽ നമ്മൾ വണ്ടി സൈഡാക്കി നിർത്തുന്നു. യെസ്, സോ വി റീച്ച് ഹിയർ അറ്റ് പെട്രോൾ സ്റ്റേഷൻ, അഡ്നോക്ക് പെട്രോൾ പമ്പ്.